ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പനിങ്ങനെ 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പണിയാണ്. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ അതെനിക്കൊരു വലിയൊരു കാഴ്ചയായിരുന്നു. എനിക്കിപ്പോഴും ആ കാഴ്ച എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട്. വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു നല്ല കുപ്പി. അപ്പം കൽപ്പണിക്കാരനാ. അപ്പം അവരൊക്കെ കൂടുതൽ മറ്റേ ജവാൻ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിക്കുന്നു. ഇപ്പം കുപ്പി മേടിച്ച് കൊടുക്കാനുള്ള ആവത് കൊണ്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ആളില്ല. വീട്ടിൽ ആരാ ഏറ്റവും തിരക്കുള്ള സിനിമ നടി? സത്യത്തിൽ അവൾക്ക് ചില അസൂയ വരുമായിരിക്കും. ഞാനാണ് ഏറ്റവും സിനിമ. ഒരാൾ കൗണ്ടർ അടിക്കുന്നു, മറ്റൊരാൾ. ചില സീനുകൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ റീലൊക്കെ വരുന്ന കാണാം. കല്യാണരാമന്റെ ഇതിൽ തന്നെ ദിലീപേട്ടൻ വരെ ചിരിച്ചിട്ട് തിരിയുന്നത്, ലാലേട്ടൻ ചിരിച്ച് തിരിയുന്നത്. ലാലേട്ടനെ പോലെ ചെയ്തു എന്ന് വെറുതെ എഴുതിയാൽ മതി. പിന്നെ അടിയിൽ എന്നെ തെറി പറയണം, എൻ്റെ കുടുംബത്തിനേക്ക് ആയിരിക്കും തെറി പറയണം. എന്തിന്? നമ്മളെല്ലാം കണ്ടന്റുകളായി മാറുന്നതിൻ്റെ സങ്കടം എപ്പോഴും ഉണ്ട് നമുക്ക്. ഇങ്ങനെ ഉഗ്രൻ ടൈമിംഗ് ഉണ്ട്, ഗുഡ് ആക്ടർ എന്ന് പറയുന്ന ആദ്യത്തെ ആൾ. അപ്പോൾ അതൊക്കെയാണ്. ഇതിലൊന്നപ്പോൾ എളുപ്പമായോ? ഇതിൽ കൂടെ ഉള്ളവർക്ക് ടൈമിംഗ് ഇല്ലല്ലോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ബിബിൻ ജോർജ്, മെറീന മൈക്കിൾ ആൻഡ് ലാലി ചേച്ചി. സോ 3 പേർക്കും വെൽക്കം. താങ്ക് യു. നമസ്കാരം. ബിബിൻ ചേട്ടാ 2025 ആദ്യത്തെ റിലീസാണ്. സത്യ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ 2025 തുടക്കം കുറിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതും കൂടൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ജേർണി ഓഫ് ലവ് ഓഫ് ത്രില്ലർ ഓഫ് അതെ. ഈ നിങ്ങളെ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് അമറപ്പർ എന്തോണിയിൽ ആ സീന പെട്ടെന്ന് ഓർമ്മ തന്നെ. വന്ന് പറയല്ലോ ഇതൊരു അതെ ഫർണിച്ചർ ഷോപ്പാണ് അല്ലേ? ഇതൊരു കോഫി ഷോപ്പ് അല്ല, ഫർണിച്ചറുടെ. ശരിക്കും അന്നും മറീന ഇല്ലടാ, മറീനയൊക്കെ അന്ന് നടിയല്ലടാ. നമ്മള് റൈറ്റേഴ്സ് പുതുമുഖങ്ങള് പടം ഓടി, അത് അമൃതനോട് ഹിറ്റൊന്നും അല്ലല്ലോ, അന്ന് ഷൂട്ടിംഗ് അല്ലേ. നമ്മളൊന്നും വലിയ മൈൻഡ് ഞങ്ങള് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഒന്നാമത്തെ കേസ് താങ്കൾ ഇല്ല. ഞാനോ? എടാ റൈറ്റർക്ക് എവിടെയാടാ ജാട കാണിക്കാൻ? പറഞ്ഞോ നീ. ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. എനിക്കൊന്ന് വിഷ്ണുവായിട്ട് പോലും സംസാരിച്ചിട്ടില്ല. എനിക്ക് ആകെ അവിടെ അറിയുന്നത് സുജിത്തായിരുന്നു, സുജിത് വാസുദേവൻ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയല്ല, പക്ഷെ സിനിമയുടെ തുടക്കത്തിലുള്ള 2ാമത്തെയോ 3ാമത്തെയോ സിനിമയാണ്. അപ്പം ആരോടൊക്കെ സംസാരിക്കാം, ആരോടൊക്കെ സംസാരിക്കരുത്, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. ആരോടും കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ ആൾക്കാർ ആദ്യമായിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പേരെന്താ എവിടുന്നാന്ന് ചോദിക്കുമ്പോ മറ്റേ യാന്ത്രികമായ മറുപടി പറയുന്ന പോലെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പത്തെ സിനിമ ഞങ്ങളുടെ ആദ്യത്തെ അല്ലേ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ കൂടുതലാണ് സംസാരം. അതെ, ഞങ്ങളുടെ ആദ്യത്തെ കൂടുതലായിരുന്നു അത് അല്ലേ? ഇപ്പൊ 2ാമത്തെ കൂടുതലാണ് ഇത് നമ്മുടെ കൂടുതല്. ചേച്ചി എങ്ങനെ സിനിമയിലേക്കാണ് ഫസ്റ്റ് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്തായിരുന്നു സിനിമയിൽ? ഈ സിനിമയെ കുറിച്ചിട്ടാണോ? ഈ സിനിമയിൽ ഇതിലേക്ക് വന്നത് തന്നെ ഷാനു ഒരു ദിവസം ചേച്ചിക്ക് പറ്റിയ റോളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോഴായിരുന്നു. അപ്പോഴിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, എൻ്റെ 1 ലൈൻ പറഞ്ഞിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു യാത്രാ മൂവിയാണ്, ബസ്സിൽ വെച്ചിട്ടൊക്കെ കുറേ ഇതുണ്ടെന്നൊക്കെ പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൽ അഭിനയിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഞാനാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നീടാണ് പറഞ്ഞത്. പക്ഷേ തിയേറ്ററിൽ വെച്ച് വിനീത തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു. അന്ന് കണ്ടപ്പം ജസ്റ്റ് ഒരു യാത്രാ മൂവിയാണ്, ചേച്ചിക്ക് താല്പര്യമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിരിഞ്ഞത്. പിന്നീടാണ് അറിയുന്നത് ബിബിനാണ്. ഞാൻ ബിബിനുമായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു കുറച്ച് ആൾക്കാരുടെയൊക്കെ അമ്മയാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്, പക്ഷെ ബിബിൻ്റെ മാത്രം അമ്മയാനുള്ള ഭാഗ്യം കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു അമ്മ ക്യാരക്ടർ അല്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ക്യാരക്ടർ. ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കുന്ന 2 പേര് ഒരു ക്യാമ്പിലേക്ക് എത്തിച്ചേരുക.
പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമാകുന്നു. അങ്ങനെ നല്ല മൂവിയാണ്. ഈ ബിബിൻ ജോർജിന്റെ സിനിമകൾ എപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഒരു സെലിബ്രേഷൻ വൈബ് ഉണ്ടാവല്ലോ. ഈ പറഞ്ഞ മുമ്പ് നമ്മള് തമിഴിലൊക്കെ കണ്ടിട്ടുള്ള SMS പോലത്തെ ഒക്കെ സിനിമ ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് ഒരു നായകൻ, ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഈ അഭിനയിക്കുന്ന സിനിമകളിലും ആ സെലിബ്രേഷൻ ഫാക്ടർ എപ്പോഴും നോക്കാറുണ്ടോ? ഈ സിനിമയിൽ എന്നെ ആദ്യമായിട്ട് ഭയങ്കര അട്രാക്ഷനിൽ ഇപ്പോൾ ഷാഫിക്കയും ഷാനുക്കയും ഡയറക്ടേഴ്സ് രണ്ടുപേരാണ്. കഥ വന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആദ്യത്തെ ആകർഷണം എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ആ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് അറിയില്ലായിരുന്നു. സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പ് അന്ന് ഭയങ്കര ട്രെൻഡായിട്ട് പോകുന്നത് കുറെ നാൾക്ക് മുമ്പാണ് ഞാൻ പറയുന്നത്. ഇത് കുറെ നാൾ ഇവര് ഭയങ്കര കുറച്ചു നാള് ഇത് തുടങ്ങിയ സമയത്താണ് കഥ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടോ, സ്ട്രേഞ്ചേഴ്സ് ആയ ആളുകൾ എങ്ങനെ താമസിക്കുന്നൊക്കെ. പിന്നെ എന്നെ അന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു പുള്ളി. അപ്പൊ എനിക്ക് അതിപ്പോ എനിക്ക് അറിയാത്തൊരു കാര്യം. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ അട്ടപ്പാടിയും ഈ ക്യാമ്പും അല്ലാതെ ഈ സിനിമയിലൊരു വലിയൊരു നല്ലൊരു പ്രണയമുണ്ടെന്നും അതിൻ്റെ ഒരു ത്രില്ലർ മൂഡുണ്ടെന്നും ആസ് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടാലും അറിയുള്ളൂ. ഇവർക്ക് പോലും എനിക്ക് തോന്നുന്നില്ല കിട്ടിയിട്ടുണ്ടെന്ന്. അല്ലേ ചേച്ചിയൊക്കെ ഞാൻ വെള്ളം കുടിക്കാനാണ് കുറെ കണ്ടത്. അതാണ് ഡയലോഗ് പറയാൻ. ശരിക്കും പറയാലോ ഇപ്പൊ ആളുകൾക്ക് എപ്പോഴും ഒരു ഭയങ്കര നീ SMS എന്ന് പറഞ്ഞ ശിവ മനസ്സിലുള്ള ശക്തിയല്ലേ? അതെന്റെ ഫേവറേറ്റ് പടമാണ്. കറക്റ്റ് വൈബാ നീ പറഞ്ഞ. അതിലെ ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് തുടങ്ങണ അതിലാണല്ലോ. ഈ കട്ടപ്പനയിലൊക്കെ ത്രൂ ഔട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ ശരിക്കും തുടക്കം വന്ന സിനിമകളിൽ ഒന്നായിരുന്നല്ലോ. അതായത് റെഫറൻസ് നമുക്കതല്ല റെഫറൻസ്. നമുക്ക് ഈ പറയുന്ന സിദ്ദിഖ് സാറിന്റെ ഒക്കെ മൂവിയൊക്കെ തന്നെയാണ് റെഫറൻസ്. എപ്പോഴും ചിരിച്ചിരിച്ച് ഇങ്ങനെ ഒരു കണ്ണീര്. ഈ ശരിക്കും പറയല്ലോ ഇപ്പൊ ആളുകൾക്ക് എപ്പോഴും ഒരു ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിരിപ്പടങ്ങൾ കുറവാന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചിരിയുടെ റൈറ്റർ പറയൂ, ശരിക്കും ഒരു പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടോ ആളുകൾക്ക് ചിരിപ്പടത്തോടുള്ള? എനിക്ക് 2-3 ഇപ്പൊ ഞാൻ ബമ്പർ ചിരി എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ജഡ്ജസ് ആയിട്ട് ഇരുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, ഓഡിയൻസ് ആയിട്ട് വരുന്നവര് പല ഏജ് കാറ്റഗറി വരും. ഇപ്പൊ 2K കിഡ്സ് വരും, Gen Z വരും, അതല്ലാതെ മധ്യവയസ്കർ വരും, പിന്നെ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള അമ്മമാരൊക്കെ വരും. അപ്പൊ എല്ലാവരുടെയും ചിരിയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. സ്കിറ്റിൽ ചില തമാശകൾ, കണ്ടംപററി ആയിട്ടുള്ള തമാശകൾക്ക് ഇപ്പൊ ഈവൻ നമ്മുടെ ആറാട്ടണ്ണനെ അനുകരിച്ച് കഴിഞ്ഞാൽ അത് അമ്മമാർക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല, അവർ ചിരിക്കുന്നില്ല. എന്നാ യൂത്ത് വന്നിരുന്ന ഒപ്പ ചിരിയും കൈയടിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള തമാശപ്പടങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ചിലർക്ക് ഭയങ്കരമായിട്ട് വർക്കാവുന്നു, ചിലവർ പറയുന്നു എനിക്കത് വർക്ക് ആയില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു പടം വന്നിട്ട് കുറേ ആളായി. സത്യത്തിൽ ഒരു ജനകീയമായ കോമഡി എന്ന് പറയില്ലേ, എല്ലാ ഏജ് കാറ്റഗറിയും ചിരിപ്പിക്കുന്ന പടം വന്നിട്ട് കുറെ നാളായെന്നാണ് എനിക്കും തോന്നുന്നത്. തമിഴിൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് ഫാമിലി വന്നു, അത് അത്യാവശ്യം അല്ലേ? മലയാളത്തിന്റെ കാര്യം പറഞ്ഞു, ടൂറിസ്റ്റ് ഫാമിലി ഓക്കെ. ഞാൻ പറഞ്ഞ ഇപ്പൊ പ്രേമിലു അങ്ങനെ അത്യാവശ്യം എല്ലാവരെയും കണക്ട് ചെയ്ത് ചിരിപ്പിച്ച പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേമിലു അല്ലേ? എനിക്കും അങ്ങനെ തോന്നി. പ്രേമിലു ഉണ്ടായിരുന്നു. പണ്ടത്തെ അത്രയും കോമഡി അത്ര അങ്ങോട്ട് ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കുറച്ചുകൂടെ ഈ റിയലിസ്റ്റിക് പടങ്ങൾ എന്നൊക്കെ പറയുന്നു. കാരണം ഈ പണ്ട് സലീമേട്ടൻ അങ്ങനെയുള്ള ആൾക്കാർ ഈ കൊടുത്തു വാങ്ങി അങ്ങനെ ചെയ്യില്ല, ഒരു സീൻ ഡെവലപ്പ് ചെയ്ത് ഒരാൾ കൗണ്ടർ അടിക്കുന്നു, മറ്റുള്ള ചില സീനുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീലൊക്കെ വരുന്ന കാണാം. ഈവൻ കല്യാണരാമന്റെ ഇതിൽ തന്നെ ദിലീപേട്ടൻ വരെ ചിരിച്ചിട്ട് തിരിയുന്നത്, ലാലേട്ടൻ ചിരിച്ച് തിരിയുന്നത്, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ നടന്മാരുടെ ഈ പറയുന്ന ലെജൻഡുകളുടെ ഒരു കൂടലുണ്ട്. അതായത് ഞാൻ നമ്മുടെ സിനിമയുടെ കൂടൽ കണക്ട് ചെയ്ത് പറഞ്ഞല്ല, ലെജൻഡുകളുടെ ഒരു കൂടുതൽ തന്നെയാണ്. അതായത് പ്രിയൻ സാറിൻ്റെ പടങ്ങൾ, ഇവരുടെ പടങ്ങൾ, ഈ പുലിവാല് കല്യാണത്തിൽ നിങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ ഇടയിൽ കൂടി പോകുമ്പോൾ സലീമേട്ടൻ സ്വാമിപാദം, അതായത് ശബരിമലയിൽ മറ്റേത് കൊണ്ടുപോകല്ലോ, അവര് ഫ്രണ്ടിൽ പോകുമ്പോ ഭക്തരോട് മാറി പറയാൻ വേണ്ടിയുള്ള സാധനമുണ്ടല്ലോ സ്വാമിപാദം. അത് പറയുന്നുണ്ട്, സ്വാമിപാദം സ്വാമിപാദം എന്ന് പറഞ്ഞ് പോകണ്ടുള്ളി. അത്രയും കാര്യങ്ങളുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള അതാണ്. അതുകൊണ്ടുണ്ട് അവര് പറയുന്നത് വെറും കോമാളിത്തരോ അല്ലെങ്കിൽ കോമഡിയോ അങ്ങനെയുള്ള അല്ല, ആഴമുള്ള തമാശകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരൊക്കെ നമുക്കിപ്പോ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ യമണ്ടം പ്രേമതയിലൊരു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ട്രെൻഡ് ആവുന്ന ഒരു സംഭവമാണ്. അതായത് കൊമ്പനയിലെ ജോൺ
ഈ ആരെങ്കിലും പറഞ്ഞ കൊമ്പനയിലെ ജോണിന്റെ മോനാണെന്ന് പറഞ്ഞാൽ അപ്പൊ കൊമ്പനായാലെ ജോൺ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ചോദിക്കണത്. അതാരുടെ ഐഡിയ ആയിരുന്നു? അതാരുടെ അങ്ങനെ ഐഡിയ ഇല്ല, അത് പറയത്തില്ലല്ലോ. അത് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ എഴുതിയല്ലേ. അല്ല അതെങ്ങനെ ശരിക്കും ആ ഡയലോഗ് കൗണ്ടർ വന്ന് അത് നോർമൽ ഒരു കൗണ്ടറാ, അതിന് വലിയ ബ്രില്യൻസ് ഒന്നും വേണ്ടാത്ത കൗണ്ടറാ. ഒരു ഡയലോഗ് എഴുതിയിട്ട് അതിന്റെ വാലയെ പിടിച്ചിട്ടുള്ള, അതായത് കൗണ്ടറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അടിക്കാൻ മടി കൊടുക്കുന്ന പോലെയാ. ഞാൻ ഒരു കൗണ്ടർ പറഞ്ഞു അടി, ഒരെണ്ണം കിട്ടി, ഇതാണ് അടിയിട്ട്. പക്ഷെ അത് പറയുന്നത് രഞ്ജിത്ത് പണിക്കർ സാറിനോടാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതാണ് കാരണം. അദ്ദേഹം ഈ പറഞ്ഞ പടം തുടങ്ങുന്ന മുതൽ ഈ കൊമ്പനായിലെ ജോൺ എന്നും പറഞ്ഞ് തലയെടുപ്പോടെ നിൽക്കുന്ന ആളാണ്. അയാളുടെ അടുത്താണ് ഈ പറയണ. പുള്ളി പറയാനുണ്ട് ഇങ്ങനെ, ആരെങ്കിലും ചോദിച്ചാൽ പറ കൊമ്പനായിലെ ജോണാണ് എന്ന് പറയുമ്പോ, അപ്പൊ വിഷ്ണു ഒരു വിലയും കൊടുക്കാണ്ടാണ് വിഷ്ണു പറയണ. അപ്പൊ ഈ കൊമ്പനായിലെ ജോൺ ആരാന്ന് വെച്ചാൽ എന്ത് പറയും എന്ന് പറയുമ്പോ സലീമേട്ട ശരിക്കും ബിബിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ ബിബിന്റെ ആ ഒരു എനർജി ശരിക്കും എങ്ങനെ ഫീൽ ചെയ്തേ ആസ് ആൻ ആക്ടർ? ശരിക്കും അത് സെറ്റ് മുഴുവനും ആ ഒരു എനർജി നമ്മളെ ആരെയും ഒന്നും ഇങ്ങനെ ഒന്ന് വിഷമിച്ചൊന്നും ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എപ്പോഴും പാട്ട്, സീനില്ലാത്ത സമയത്തൊക്കെ ഒന്നെങ്കിൽ പാട്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാണതൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എപ്പോഴും എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാനൊരു 12 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഈ എൻ്റെ കുടൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ ഉള്ള ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മൊത്തം അന്തരീക്ഷം മാറുന്നുണ്ട് സിനിമയുടെ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ശരിക്കും ആ ഒരു വൈബായിരുന്നു. ഒട്ടും നമുക്ക് തന്നെ അതിശയം. ഇടയ്ക്ക് പിന്നെ പാട്ട് കേൾക്കാം, നോക്കുമ്പോൾ പുള്ളി പാടുന്നു, അപ്പം ഞങ്ങളും പുറകെ പോകും, അവിടെ പോയി പാട്ട് പാടും, അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കും. അങ്ങനെ നല്ല മൂടായിരുന്നു. ചേച്ചിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ഏതോ ഇന്റർവ്യൂ ചേച്ചി പറഞ്ഞു, ഞാനിങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ, ചേച്ചിക്ക് ടെൻഷൻ ആയിരുന്നു. ശരിക്കും ഇത് ടെൻഷനെ പിന്നെ റീടേക്ക് വരില്ലേ. ഒന്നാമത് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഒരു ടങ് ട്വിസ്റ്റിംഗ് വന്നാൽ പോലും റീടേക്ക് പോകുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ട്, ഇങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്, ഇതെങ്ങാനും തെറ്റിപ്പോയി വീണ്ടും വീണ്ടും നമ്മൾ ഈ വെയിലത്തിരിക്കണം. ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ട് ആ കുട്ടിയുടെ അതൊന്നും അല്ലടാ, വീണ്ടും വീട്ടിലേക്ക് എടുക്കണ കാര്യം ഓർത്തിട്ട്. അതല്ല, ഈ അട്ടപ്പാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണോ അതിന്റെ എക്സ്ട്രീമാ. വെയിലാണ് വെയിലിന്റെ എക്സ്ട്രീം, മഞ്ഞാണെങ്കിൽ നല്ല മഞ്ഞ, അടുത്തിരിക്കുന്ന ആളെ കാണാൻ പോലും പറ്റത്തില്ല. എല്ലാം അങ്ങനെ, മഴയും അങ്ങനെ. അപ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുക, നമ്മളൊക്കെ ടാനായിട്ട് ഇരിക്കുക. എങ്ങാനും പുള്ളി ഒരു ശകലം തെറ്റിപ്പോയാൽ ഷാഫിയോട് റീടേക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തെറ്റിപ്പോലെ. കാരണം ഞങ്ങൾ എല്ലാം ഉള്ള സീനാണ്. അങ്ങനെ പുള്ളി നമുക്ക് അതിശയം തോന്നും, ഇങ്ങനെ കാണാതെ പിടിച്ച് പറയുന്നത് കറക്റ്റായിട്ട് ഡയലോഗുകളൊക്കെ. ഈ ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പൊ വീട്ടിൽ ആരാ ഏറ്റവും തിരക്കുള്ള സിനിമ നടി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാർക്കലിയാണോ ചേച്ചിയാണോ തിരക്കുകൾ? അവളത് കേട്ട സത്യത്തിൽ അവൾക്ക് ചില അസൂയ വരുമായിരിക്കും. ഞാനാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അവള് വളരെ കുറച്ച് പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. ഞാൻ ഒത്തിരി സിനിമയിലുണ്ട്. ഞാൻ പലതും എഴുതി പോലും വെച്ചിട്ടില്ല, എല്ലാം മറന്നു പോയി. അത്രയും സിനിമയില് ഈയിടെ ഒരു ചേച്ചി അഭിനയിച്ചല്ലോ കന്യാസ്ത്രീയായിട്ട്, മദർ മേരി, അത് ടൈറ്റിൽ റോളാണ്. നിങ്ങൾ തമ്മിൽ സിനിമ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്? പിന്നെ ഇപ്പൊ കഥ പറയാൻ ആള് വന്ന് ഇവര് തമ്മിൽ ഈഗോയാ, ആരുടെ അടുത്താ പറയാൻ അല്ലെ, കൺഫ്യൂഷനാ, അമ്മയുടെ അടുത്താണോ മോളുടെ അടുത്ത്? അല്ല, അതെന്താ പറയുക, അനാർക്കലി മിക്കവാറും എടുത്ത ഫോൺ എടുക്കത്തില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചേച്ചി ഒരു കാര്യം സംസാരിക്കാനാണ്, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത്, അനാർക്കലിയാണോ ചോദിക്കും. അപ്പോൾ അനാർക്കലിയാന്ന്, ഓ ഡാർക്ക്, നമ്മളെന്തോ എന്തോ വലിയ കാര്യം പറഞ്ഞു തരുമെന്ന് ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇത് തന്നെയാണ് ചേച്ചി ചിരഞ്ജീവിയുടെ രാംചാറിന്റെ വീട്ടിലെ പ്രശ്നം. ഭയങ്കര ഈഗോ. മമ്മൂട്ടിയുടെ ദുൽഖറിന്റെ വീട്ടിലാണ്. അവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, രണ്ട് വീട്ടില്. ഈ ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പൊ ബിബിൻ ചേട്ടൻ ഈ നമ്മളൊരു കുറച്ചു പേരൊക്കെ അറിയാലുണ്ടല്ലോ. ഇപ്പൊ ബിബിൻ ചേട്ടനെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം. പക്ഷെ എന്നാലും ബിബിൻ ചേട്ടൻ എപ്പോഴും ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളാണല്ലോ. സങ്കടം വന്നാൽ ബിബിൻ ചേട്ടൻ കരയും, അല്ലെങ്കിൽ സന്തോഷം വന്നാൽ പോലെ പൊട്ടിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ബിബിൻ ചേട്ടൻ്റെ അഭിപ്രായം ഇപ്പൊ ബിബിൻ ചേട്ടൻ തുറന്നു പറയും. ശരിക്കും ഈ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും കോൺഷ്യസ് ആവണം, അല്ലെങ്കിൽ ബിബിൻ എന്നൊരു സിനിമാക്കാരനെക്കാളും കൂടുതൽ വ്യക്തിനെ ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും ആക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കോൺഷ്യസ് ആവാറുണ്ട്? എടാ, ഇങ്ങനെ കോൺഷ്യസ് ആവാനാണ് എല്ലാവരും പഠിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും. കോൺഷ്യസ് ആവണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളില്ലേ,
ഇപ്പൊ ഒരാളോട് ഇപ്പൊ നീ എന്നോട് എന്തെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ തന്നെ ഇപ്പൊ നീ എന്നെ നോർമലി ഞാൻ വന്നപ്പോ നീ എന്നെ സ്ഥിരം കാണിക്കണ ഒരു സ്നേഹം കാണിക്കാത്ത പോലെ എനിക്ക് തോന്നിയപ്പോ തന്നെ ഞാൻ ഇവനോട് എന്താ നീ മൈൻഡ് ചെയ്യാത്തെന്ന് ഞാൻ ചോദിച്ചു ഇല്ലേ, എനിക്കത് പെട്ടെന്ന് സങ്കടാവും. അപ്പൊ അത് ഞാൻ ചോദിക്കാണ്ട് മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ പറ്റൂല എനിക്ക്. ഇത് ഞാനും വിഷ്ണുവായിട്ടുള്ള സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ബലം ഇതാ. അവൻ എപ്പോഴും എല്ലാ കാര്യവും പോട്ടെ മനസ്സിൽ വെച്ചിട്ട് അത് കളയും. അങ്ങോട്ട് എനിക്കത് കളയാൻ പറ്റില്ല, ഞാനത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വഴക്ക് കുറവാ മൊത്തത്തില്. നീ പറഞ്ഞത് കറക്റ്റാ. ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് പറയാം, എടാ ഇത് ആലോചിച്ച് നോക്കി, ആർക്കാണ് ലൂസായിട്ടുള്ള, അതായത് ഞാൻ പറയുന്നത് സംസാരം ഇല്ലാത്ത, ലൂസ് ടോക്സ് ഇല്ലാത്ത അല്ലേ? നമ്മുടെ നാവ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, നമ്മുടെ തലയിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്ത് നാവിലേക്ക് എത്തുമ്പോൾ തെറ്റിപ്പോകും. ചിലപ്പോൾ നമ്മൾ മനസ്സാവാച്ച അറിയാത്ത കാര്യമായിരിക്കും. അത് ഹൈലൈറ്റ് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ക്യാപ്ഷൻ കൊടുത്താൽ നീ ആലോചിച്ച് നോക്കി, ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും വലിയ ഇതാ വെറുതെ. ഞാൻ പറയുന്നത് ബാഡ് ബോയ്സിൽ മറ്റേ ലാലേട്ടൻ്റെ ഒരു സംഭവം ചെയ്തില്ലേ, നാടോടിക്കാറ്റിലെ പാട്ട് റീക്രിയേറ്റ് ചെയ്തല്ലോ. ഞാൻ എൻ്റെ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ടൈറ്റിലും എന്ന്. നീ ആലോചിച്ച് നോക്കി, ഇനി വെറുതെ എന്നെ ചീത്ത കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും സോഷ്യൽ മീഡിയ, ഞാനായിട്ട് ഒരു ബന്ധമില്ലെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ലാലേട്ടനെ പോലെ ചെയ്തു എന്ന് വെറുതെ എഴുതിയാൽ മതി. പിന്നെ അടിയിൽ എന്നെ തെറി പറയണം, എന്റെ കുടുംബത്തിലേക്ക് ആയിരിക്കും തെറി പറയണം. എന്തിന്? ഞാൻ പറഞ്ഞ പോയിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാം കണ്ടന്റുകളായി മാറുന്നതിന്റെ സങ്കടം എപ്പോഴും ഉണ്ട് നമുക്ക്. വെറും കണ്ടന്റുകളായതിന്റെ സങ്കടം ഭീകരമാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും റെസ്പെക്ട് ചെയ്തും ജീവിച്ചിരുന്ന ഒരു നാടാണിത്. ആ നാട്ടിലിപ്പം വെറും കണ്ടന്റുകളും ഇരകളും, അതായത് ഇങ്ങനെ അറിയപ്പെടുന്നവരെ എല്ലാവർക്കും എന്തും പറയാമെന്നുള്ള അവസ്ഥയും. പലരും പറയുമല്ലോ, അപ്പൊ അത് വേണ്ടായിരുന്നു എപ്പോഴും പറയാറുണ്ട്. ഈ ചിലത് കാര്യം പറഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറെ പേര് പറയും, പക്ഷെ എന്ത് ചെയ്യാനാടാ. പിന്നെ ഞാനൊക്കെ പറയുന്ന എപ്പോഴും ഹ്യൂമർ ആണല്ലോ നമ്മൾ കൂടുതൽ പറയില്ലേ. ഹ്യൂമറിന്റെ, ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു, ഹ്യൂമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ സ്പോട്ടിൽ പറയാന്നുള്ളതാണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അതിനുള്ള ആയുസ് ഉള്ളൂ ആ കോമഡിക്ക്. അത് ഇത്രയും സെൻസറിങ്ങും കഴിഞ്ഞിട്ട് വിടുക എന്ന് പറയുന്നത് വലിയ പാടാ. അപ്പൊ ചിലപ്പോ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായി? ഈ കുറ്റപ്പെടുത്തുന്നവര് തന്നെ അവനവരിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ എങ്ങനെയാണ്, ഞാനിങ്ങനെ പറയുമ്പോ ആരെയും ഹേർട്ട് ചെയ്യാറില്ലേ, ഞാനിങ്ങനെ ഒരാളെ കളിയാക്കുമ്പോ അത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ തീർന്നു. നമ്മള് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയ ഇരുമ്പ് മനസ്സെന്നുള്ളവരൊന്നും അല്ലല്ല. അവരെ പോലെ തന്നെ കരയുകയും കണ്ണീരെയും അവരുടെ കുടുംബത്തിന് പറയുമ്പോൾ വിഷമിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് പറയുമ്പോൾ നമുക്ക് വിഷമം വരും. അത്രേ ഉള്ളൂടാ. ശരിക്കും ഇതിലെ ക്യാരക്ടർ എങ്ങനെയാ? അതാണ് ആരോടും കാര്യമായിട്ട് ചോദിക്കുന്നത്. അതാണ് പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ അങ്ങനെ പെട്ടെന്ന് റിവീൽ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ്. പേര് ഹിമ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പിന്നെ കൂടുതൽ നമുക്ക് കോയമ്പത്തൂരും ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പം അവിടെയാണ് കൂടുതൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. ആക്ഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? എന്താണ് ആക്ഷൻ ഉണ്ടോന്ന്? ഇല്ല 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 ഇല്ല. ഇത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരുടെ ക്യാമ്പുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അതിലുള്ള ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അതും വളരെ പേഴ്സണൽ കണക്ഷൻസ് വെക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്ര എനിക്ക് ആക്ച്വലി ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റും. ആക്ഷൻ ഉണ്ടല്ലേ? ആ, ഫൈറ്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? നല്ലായിരുന്നു. ഫൈറ്റ് എനിക്ക് എപ്പോഴും വലിയ ഇഷ്ടമുള്ള. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ പഴയ ബോംബേതയിലുണ്ടല്ലോ, ബോംബേതയിലെ ആക്ഷൻ സീക്വൻസ് ആണ് ശരിക്കും. ആക്ഷനും പാട്ടും ആയിരുന്നു, ഡാൻസും ആയിരുന്നു അതില് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. കാരണം ഈ പറഞ്ഞ ആക്ഷനിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ ഷാജൻ ചേട്ടന്റെ കിണറ്റിൽ വെച്ച് ആ ചവിട്ടുന്ന സീൻ ഉണ്ടായിരുന്നു. റോൾ മോഡൽസിൽ ആക്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും എങ്ങനെ ആക്ഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ടാവും? റോൾ മോഡൽസിൽ ഉണ്ടായടാ. കാരണം ഉണ്ടല്ലോ ചേച്ചി, എൻ്റെ ഒരു നോട്ടീസ് ചെയ്യുന്ന ആദ്യത്തെ ക്യാരക്ടറാണ്. അതായത് വെൽക്കം ടു സെൻട്രൽ ജയിലിൽ ഒരു ചെറിയ സീനിലാണ് ഞാൻ അഭിനയിക്കുന്നത് ദിലീപ് എണ്ണായിട്ട്. ആ സീൻ കണ്ടു കഴിഞ്ഞിട്ടാണ് റാഫി സാർ ഈ പടത്തിൽ വിളിക്കുന്നത്. ഫഹദാണ് നായകൻ, ഫഹദ് ഫാസിലാണ് നായകൻ. പുള്ളീനെ പോലെ ഫസ്റ്റ് ഡേ തന്നെ ചെന്നിട്ട് നമുക്ക് മറ്റേതിനുള്ള സമയമില്ല, മിംഗ്ലിങ്ങിനുള്ള സമയമില്ല, നേരെ ഈ ഫൈറ്റാ ബോട്ടിന്റെ അവിടെ. എടാ ഈ ഫൈറ്റിന്റെ പ്രശ്നം എന്ന് പറയുമോ, നമുക്ക് ടൈമിംഗ് ഇല്ലെങ്കിൽ, ഈ ടൈമിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തന്നെ ബോധമില്ല. ഞാൻ പറഞ്ഞു കിട്ടിയത് മനസ്സിലായോ? നമ്മൾ നേരെ ചെന്നിട്ട് മലയാളത്തിലെ ഒരു ഏറ്റവും വലിയ പോട്ടെ, ലോകത്തിലെ തന്നെ എല്ലാം മികച്ച നടന്മാരിലെ ഒരാളായിട്ടാണ് ഇടി. നമ്മുടെ ഇടിയോ എന്തെങ്കിലും ഒന്ന് ടൈമിങ് മാറിപ്പോയിട്ട് പുള്ളിക്ക് വല്ല കൊള്ളിയോ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടന്ന് ടെൻഷനല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷെ 2-3 സീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ
ഫഹദാണ്, അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ഫഹദ്. ഞാനിപ്പോൾ ഈ കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ ഫഹദ് എന്ന് പറയണത്, നമ്മുടെ റെസ്പെക്റ്റ്ലി ഫഹദ് ക. പുള്ളിയാണ് എന്നെ കംഫർട്ട് ആക്കിയിട്ട് പറയുന്നത് നിനക്ക് ഉഗ്രൻ ടൈമിംഗ് ഉണ്ട്, ഗുഡ് ആക്ടർ എന്ന് പറയുന്ന ആദ്യത്തെ ആള് ഫഹദ്ക്കാണ്. ഇതിൽ വന്നപ്പോ എളുപ്പമായോ? ഇതിൽ കൂടെ ഉള്ളവർക്ക് ടൈമിംഗ് ഇല്ലല്ലോ. ഇവിടത്തെ ടൈപ്പ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇടികൊള്ളൂന്നായിരുന്നു. അന്ന് ഫഹദ്ക്ക് പേടിച്ച പേടി ഞാൻ ഇവിടെ നിന്ന് പേടിച്ചു. അത് കൊണ്ടോ? ഇല്ല ഇവിടെ ടൈമിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല ഇവിടെയൊക്കെയുള്ള മുറിവില്ല. ഈ ഇടിയുടെ കേസിലിടാ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ സത്യത്തിന് നമുക്കും ഒരു സന്തോഷം തോന്നുന്നത് അല്ലേ. ഞാൻ എപ്പോഴും പറയും എനിക്ക് വേണമെങ്കിൽ ഇവിടെ പണ്ട് നിയതമായൊരു തൊഴിലുണ്ടാവുമല്ലോ എല്ലാവർക്കും, STD ബൂത്ത്, ചീര വിൽപ്പന, ലോട്ടറി എന്നൊക്കെ പറയുന്നത്. അത് പതിച്ചു വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് മാറി നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്കും സന്തോഷം. ആ ജോലി മോശമാണെന്നല്ല, ആ ജോലി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം അതല്ലെന്നേ ഉള്ളൂ. എല്ലാ ജോലിയും അതിൻ്റെ മാന്യതയുണ്ട്. ഇപ്പോ എഴുത്തുകൾ നടക്കുന്നുണ്ടോ? അടുത്ത സിനിമ കുറെ നാളെ ആളുകൾ ചോദിക്കുന്നു ഏതായിരിക്കും ജോണർ, എന്ത് സിനിമ ആയിരിക്കും എന്നുള്ള. ഫുൾ ഹ്യൂമറിൽ പോകുന്ന സിനിമ തന്നെയാണ്. ഇനി 2 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഗുരു എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഷാഫി സാറിന് വേണ്ടിയിട്ടായിരുന്നു. ഷാഫി സാറിൻ്റെ കേസിലൊരു സങ്കടം പറയാനുള്ളതെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് മുമ്പ് സാറായിട്ടൊരു പടം ചെയ്യായിരുന്നു വെച്ചാൽ ആ പടം നടന്നില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു പടം നമ്മുടെ ഷൈലോക്കിൻ്റെ റൈറ്റേഴ്സ് കൊണ്ടുവന്ന് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തു, അത് നടന്നില്ല. പിന്നെ സെപ്പറേറ്റ് എന്നെ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ലാസ്റ്റാണ് ഇപ്പം എഴുതി ഒരു ആക്ടറെ കേൾപ്പിച്ചു. ആക്ടർ ഓക്കേയും പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്ക്രിപ്റ്റ് കുറഞ്ഞ് കറക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഷാഫി സാറ് പോയത്. ഒരു പടം പുള്ളിയായിട്ട് ചെയ്തില്ല എന്നുള്ളത്, അതായത് ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഞങ്ങൾ അത്രയും ആളുകൾ ആഗ്രഹിച്ചൊരു സാധനം. നിങ്ങൾ ആ ഒരു കോൺട്രാസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇനി ചില ഇത് അങ്ങനെയാണല്ലോ. ഇനി ഇപ്പം എൻ്റെ അപ്പൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പന് ഞാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു നല്ല കുപ്പി. അപ്പം കൽപ്പണിക്കാരനാ. അപ്പം അപ്പനൊന്നും ജീവിതത്തിൽ നല്ല കുപ്പിയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ കൂടുതൽ മറ്റേ ജവാൻ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിക്കില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു കുപ്പി മേടിച്ചിട്ട് ഞാനത് കഴിഞ്ഞ് എത്രയോ തവണ ദുബായി പോയി. തിരിച്ചു വരുമ്പോൾ ഇപ്പൊ കുപ്പി മേടിച്ച് കൊടുക്കാനുള്ള ആവത് കൊണ്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ആളില്ല. അത് നമുക്ക് എള്ളപ്പം അങ്ങോട്ട് ചെയ്തോളണം, നമ്മുടെ ഇഷ്ടം പോലെ. അമ്മച്ചാണെങ്കിലും എല്ലാവരെയും നോക്കിക്കോളണം. ഇല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്തോരം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വിഷമം അപ്പനെ കുപ്പി വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ജെന്യൂൻ ആയിട്ട് തോന്നുന്നു, ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അല്ല അതെന്താന്ന് ചേച്ചി, അപ്പനൊക്കെ അന്ന് കഴിക്കുമ്പോൾ നമ്മൾ പറയുവേ, അന്ന് നമ്മളുടെ പ്രായം എന്ന് വെച്ചാൽ പഠിച്ചോണ്ടിരിക്കുന്ന പ്രായത്തിൽ ഞാൻ പറയും ഇതെങ്ങനെ കുടിക്കണേന്നൊക്കെ ചോദിക്കുവേ. പക്ഷെ പിൽക്കാലത്ത് കുടിക്കണം പറഞ്ഞാൽ ഇവര് ഈ കൽപ്പണി എന്ന് പറഞ്ഞാൽ കട്ടപ്പണിയാണല്ലോ വെയിലത്ത് കിടന്നിട്ട്. വൈകുന്നേരം ഇവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നമ്മളൊക്കെ തന്നെ സിനിമാ സെറ്റിൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചീഞ്ഞു പോകാറില്ലേ, ഹെക്റ്റിക് ആയിട്ട്, മെന്റലി ടയർഡായിട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും അപ്പനൊക്കെ അപ്പൊ അന്ന് എന്തോരം പണിയെടുത്തിട്ടാണ് അങ്ങനെ ഇത് ചെയ്തതെന്നൊക്കെ. എനിക്ക് ഇപ്പോഴും ഒരു അപ്പൻ്റെ ഒരു ഓർമ്മയുള്ളതേ, ഈ ഞാൻ മാരാശി പഠിക്കുമ്പോൾ ഇങ്ങനെ ബസ്സിന് പോവാണ്. അപ്പം അപ്പം തന്ന പൈസ വെച്ചിട്ടാണല്ലോ നമ്മൾ ബസ്സിന് പോണേ. അപ്പം എൻ്റെ ഉള്ളിൽ ഈ പൈസ, ഞാൻ എക്സ്ട്രാ പൈസ ചോദിച്ചിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ കൂട്ടുകാരായിട്ട് പോയെന്നൊക്കെ ഉണ്ട്. അപ്പം അന്ന് നമ്മളുടെ പൈങ്കിളി ചിന്തകളൊക്കെ ഉണ്ടല്ലോ ചേച്ചി, മാരാസൊക്കെ അല്ലേ, അവർക്ക് ലൈം ജ്യൂസ് കുടിക്കണം അങ്ങനെയൊക്കെ. ഞാനിങ്ങനെ ആ പൈസ വെച്ചിട്ട് ഇങ്ങനെ പ്ലാനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും വടുതല എവിടെയോ എത്തിയപ്പോൾ വണ്ടി ഇങ്ങനെ നിന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പനിങ്ങനെ 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പണിയാണ്. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ, എനിക്ക് എന്ത് ചെയ്യാന്ന്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പഠിത്തത്തിനൊക്കെ അപ്പനെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആ സമയം മുതൽ ഞാൻ എഴുതി തുടങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അതെനിക്കൊരു വലിയൊരു കാഴ്ചയായിരുന്നു. എനിക്കിപ്പോഴും ആ കാഴ്ച എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. കൂടലിനെ പറ്റി പറയാതെ പറഞ്ഞ് ഇമോഷണലായി പോയി ഞാൻ. അതാണ്
അപ്പോൾ ജൂൺ 20 ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ബിബിൻ ചേട്ടാ 2025 ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിന്റെ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ഈ പറഞ്ഞ കൂടുതൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. ഇപ്പൊ ഇതിലെ ബാക്കിയുള്ള ഹീറോയിൻസിന്റെ കാർത്തിക് സുബ്രാന്റെ ഫാദർ അഭിനയിച്ചിട്ടുണ്ട്. അനുസിത്താരുടെ അനുസിത്താരുടെ അനിയത്തി ഒരു ഹീറോയിനാണ്, നിയ, റിയ, അങ്ങനെ ഒരുപാട്. പിന്നെ ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ്, റാഫി ചക്കപ്പഴം, അഖിൽ ഷാ, അങ്ങനെ ഒരുപാട്. വിനയ് തട്ടില്, വിനയ് തട്ടില്, വിജിലേഷ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണ് നമ്മുടെ ഞാൻ വിജയ് എന്നൊക്കെ. മറ്റെന്ത് ഷായ, അഖിൽ ഷാ. അതെ. അപ്പൊ എല്ലാവരുടെയും കൂടി ഒരു ഒത്തുകൂടലാണ് തിയേറ്ററിൽ. ഇത് ബിബിൻ ചേട്ടൻ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇട്ടൊക്കെ നല്ല കമ്പനിയല്ലേ? ബിബിന് എല്ലാം ഒരു കൗതുകാണ്. എനിക്ക് കൗതുക. നീ എന്താടാ പരിപാടി? അല്ല എന്താ ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ആറാട്ടണ്ണനെ ബാഡ് ബോയ്സിൽ അനുകരിച്ച്, ആറാട്ടണ്ണനെ പലരും അനുകരിച്ചിട്ടുണ്ട്. പക്ഷെ ബാഡ് ബോയ്സിൽ ബിബിൻ ചേട്ടനെ അനുകരിക്കാന്ന് പറയുമ്പോഴത്തേക്കും അത് ആളുകൾക്ക് ഭയങ്കര ബിബിൻ ജോർജ് ആറാട്ടണ്ണനെ അനുകരിക്കുന്നു എന്നുള്ള സാധനമുണ്ട്. അവരൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഒബ്സർവ് ചെയ്യണ്ടാ. ഈ അവരുടെയൊക്കെ ഒരു കാര്യത്തിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങള് അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോ അവരെന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സിനിമയെ കയറുക എന്ന് പറയുന്നത് സാധാരണക്കാരന് ഭയങ്കര പാടല്ലേ. അവരവരുടേതായ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അവരതിലേക്ക് വന്ന് അവർ സിനിമ അഭിനയിച്ചു. അലൻ ജോസ് പെരേര അതെ, അവരും അങ്ങനെ തന്നെ. നമ്മൾ കുറേ ചീത്ത പറയുമ്പോഴേക്കും അവരെ പല രീതിയിലാണ് പറയുന്നതും ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ ആ പോയിന്റിലാണ് ഇത്. എനിക്ക് അന്ന് പണ്ട് സന്തോഷ് പണ്ഡിത്തിന്റെ കേസിൽ അതെ എല്ലാവർക്കും അറിയാം, അവര് ലോകം മുഴുവൻ ഫേമസ് ആണ്. പണ്ഡിത്തും അതെ, ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരാളാ. എങ്ങനെ ഞാൻ പറഞ്ഞ മറ്റുള്ളവർ ഇവരെ കുറ്റം പറയുന്നവർ എവിടെയാണ്, ഇവരെവിടെയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവര് ഞാൻ പറയുന്നത് ഭയങ്കര പരിപാടികളൊന്നല്ല, പക്ഷെ അവരുടെ ആഗ്രഹത്തിലേക്ക് അവർ എത്തിപ്പെട്ടുല്ലോ എന്നുള്ള മാത്രമേ ഞാൻ ആ പോയിന്റ് എടുക്കുന്നുള്ളൂ. അപ്പൊ ഞാനത് ഒബ്സർവ് ചെയ്യാറുണ്ട്. അത് അതിന്റെ ചെയ്താണ് കണ്ടത്. അല്ലെങ്കിൽ മറ്റേ ആറാട്ടണ്ണന്റെ തിയേറ്ററിൽ ഭയങ്കര കൈഡിയായിരുന്നു തിയേറ്ററിൽ. ശരിയാ നീ പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞ വലിയൊരു സിനിമയാണ്. അപ്പോ അതിന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. വലിയൊരു വിജയം ആവട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.